പൊന്നാനി ഫാത്തിമയുടെ കൊലപാതകത്തിലെ പ്രതി മുഹമ്മദിനെ പോലീസ് പിടികൂടിയത് ആത്മഹത്യാ ശ്രമത്തിനിടെയാണ്. ആത്മഹത്യ ചെയ്യുന്നതിനായി റെയിൽവേ ട്രാക്കിന് നടുവിൽ നിന്നിരുന്ന പ്രതിയെ അനുനയിപ്പിച്ച് പിടികൂടുകയായിരുന്നു. താനും മരിക്കാൻ പോവുകയാണെന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷമായിരുന്നു മുഹമ്മദ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തിരൂർ ഡിവൈഎസ്പി എം സിദ്ദിഖ് മുഹമ്മദിനെ പോലീസ് അനുനയിപ്പിക്കുന്ന ശബ്ദ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് കേൾക്കാം. ഹലോ ഹലോ മുഹമ്മദേ, ഡിവൈഎസ്പി ആണ്. നീ എവിടെ? ഞാൻ അവിടെ ഉണ്ട് സാറേ. ഞാൻ മരിക്കാൻ പോവാണ് സാറേ. നീ അബദ്ധമൊന്നും കാണിക്കല്ലോ. ജീവിതം നമുക്ക് ഒന്നുള്ളൂ. ജീവിച്ചിരിക്കും. നീ ആ കുട്ടിനെ നല്ല രീതിയിൽ വളർത്തും. അങ്ങനെയാണ് അന്തസ്സുള്ളവർ ചെയ്യേണ്ടത്. ആ കുട്ടിയോട് അല്പം നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? ഡിവൈഎസ്പി ഓഫീസിൽ വാ. അതല്ലെങ്കിൽ എല്ലാരും എന്താ പറയാറിയോ? അതല്ലെങ്കിൽ എല്ലാരും എന്ത് പറയുന്നറിയോ? നീ നിന്റെ കുട്ടിനോട് പോലും നീ ഈ കുട്ടീനെ ഈ ലോകത്തേക്ക് ജനിപ്പിച്ചു വിട്ടില്ലേ? അപ്പൊ അതിനെ പോറ്റാനുള്ള അവകാശം നിനക്കുണ്ട്. സോണൽ കിഷയുണ്ട്. സോണൽ കിഷ, സിദ്ദിഖിന്റെ ഡിവൈഎസ്പിയുടെ അവസരോചിതമായ ഇടപെടലാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രതിയെ ഇപ്പോൾ പിടികൂടാൻ സഹായിച്ചത്. അയാൾ വല്ലാതെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലാണ് സംസാരിക്കുന്നത്. അയാൾ ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയായിരുന്നു അല്ലേ സോണൽ? തീർച്ചയായിട്ടും അരുൺകുമാർ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനടുത്ത റെയിൽവേ ട്രാക്കിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ഡിവൈഎസ്പിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നു. അതേസമയം തന്നെ മറ്റ് പരപ്പനങ്ങാടി പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തെ പിടികൂടി അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാവിലെയോടെയാണ് ഈ കൊലപാതകത്തിൻ്റെ വിവരം പുറം ലോകം അറിയുന്നത്. സ്വന്തം ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. സംശയത്തിൻ്റെ പേരിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത് എന്നാണ് ഈ പ്രതിയുടെ മൊഴിയും നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാളും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ മൊബൈൽ ടവറുടെ, അതായത് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പരപ്പനങ്ങാടി ഉണ്ട് എന്നുള്ളത് വിവരം ലഭിക്കുന്നത്. അതായത് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് താനും യാത്രയാവുകയാണ്, എൻ്റെ കുട്ടിയെ ഭംഗിയായി നോക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സമയത്താണ് കൃത്യമായി മൊബൈൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഡിവൈഎസ്പി ഈ മുഹമ്മദിനെ വിളിക്കുന്നത്. അങ്ങനെ മുഹമ്മദിനെ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് അനുനയിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. അവസരോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ അത് ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ആ സമയം, ആ തക്കം നോക്കി പോലീസ് ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തെ റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറ്റി പിടികൂടി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത്തരം ഇടപെടലുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അരുൺകുമാർ, ആത്മഹത്യാ മുനമ്പിൽ നിന്നാണ് പ്രതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല എന്നുകൂടി അറിയിക്കുന്നു.